അൽ അർദുൽ മൈത്ത എന്ന് പറയും. അൽ അർദുൽ മൈത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് നിർജ്ജീവമായ പിന്നെ സസ്യലതാദികളൊന്നുമില്ലാത്ത മരുഭൂമി, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, തരിശ് ഭൂമി, പാഴ്ഭൂമി, അതിനാണ് അൽ അർദുൽ മൈത്ത എന്ന് പറയാം. വആയത്തുൽ ലഹും, അവർക്കുള്ള തെളിവാണ്, ദൃഷ്ടാന്താണ് അൽ അർദുൽ മൈത്തത്തു, മൈത്തത്തായ അർദ്, മണ്ണ്, ഭൂമി. അർദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂഗോളത്തിന് പറയും, അർദ് എന്ന് പറയും. അതേപോലെ തന്നെ അർദ് എന്ന് പറയും എന്തിന്? ഒരു ഭൂഖണ്ഡത്തിനും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നാടിനോട് പറഞ്ഞു, ഇന്നീല ആലമു അന്നക്കി അഹബ്ബു അർദില്ല ഇലല്ലാഹ്, അഹബ്ബു അർദില്ല ഇലല്ലാഹ്, അള്ളാഹിൻ്റെ അർദിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് നീ എന്ന് എനിക്കറിയാം. ആരെ കുറിച്ച് പറഞ്ഞു? മക്കനെ കുറിച്ച്. അതേപോലെ അർദു മിസ്ർ, മിസ്ര ആകുന്ന അർദ് ഉണ്ടോ? ഒരു ഭൂഖണ്ഡത്തിന്, ഒരു സ്ഥലത്തിന് എന്ത് പേര്? അർദ് എന്ന് പറയും. അതേപോലെ തന്നെ അർദ് എന്ന് പിന്നെ ഭൂഗോളത്തിന് പറയും. ഏതായാലും ഇവിടെ ഉദ്ദേശം എന്താണ്? സ്ഥലം. വആയത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അൽ അർദുൽ മൈത്ത, മൈത്തത്തായ സ്ഥലം. അള്ളാഹു പറയാണ് അഹ്യൈനാഹ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. അഹ്യൈനാഹ, ഈ അൽ അർദുൽ മൈത്തയെ നാം ജീവിപ്പിക്കുന്നു. അഹ്യൈന, അഹ്യ എന്നാണ് എന്താ? ജീവിപ്പിച്ചു. അഹ്യ യുഹ്യി, അള്ളാഹു മുഹീയാണ്. അൽ മുഹീ, എന്താ അൽ മുഹീ എന്ന് പറഞ്ഞാൽ? ജീവിപ്പിക്കുന്നവൻ. അൽ മുഹീ ആര് മാത്രമേ ഉള്ളൂ ജീവിപ്പിക്കുന്നവൻ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അഹ്യൈനാഹ, അതിനെ നാം ജീവിപ്പിച്ചു. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അർദുൽ മൈത്തയെ ജീവിപ്പിക്കുന്നത്, സജീവമാക്കണത്? എങ്ങനെയാണ് അള്ളാഹു? അള്ളാഹു പറയാണ് വതറൽ അർള ഖാശിഅ ഇന്നക വതറൽ അർള ഹാമിദ ഇന്നക തറൽ അർള ഖാശിഅ. ഒരു നാട് നിനക്കതിനെ ഖാശിയത്തായിട്ട് കാണാം, അതിന് നിനക്ക് ഹാമിദത്തായിട്ട് കാണാം. എന്നാണ് എന്താ ഖാശിയത്ത്? എന്നാണ് എന്താ? നിർജീവമായിട്ട്, യാതൊരു അനക്കവുമില്ല, സസ്യലതാദികളില്ല, വള്ളിയില്ല, ഒന്നുമില്ല, പുല്ലൊന്നുമില്ലാതെ കാണാം. ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് എന്നാണ്. നമ്മൾ അതിന്മേൽ മഴ വീഴ്ത്തിയാൽ ഇഹ്തസ്സത്, അടങ്ങിക്കിടക്കുന്ന ഭൂമി, ഇഹ്തസ്, അതിനിളക്കം ഉണ്ടാവും. വറബത്, അതിലെന്ത് ചെയ്യും? അതിലിങ്ങനെ വിത്തുകളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും? മുളച്ചിട്ട് അതിൽ അവിടെ ഒരു ഉയർച്ച വരും. അമ്പത്തത്ത്, പിന്നെ എന്ത് ചെയ്യും? വിത്തുണ്ടായിരുന്നു അവിടെ ഉണ്ടല്ലോ, അവിടെ പരന്ന് കിടക്കുന്നു. പക്ഷെ അതിങ്ങനെ ഉയർന്ന് പിന്നെ അതിൽ നിന്ന് സസ്യം മുള പൊട്ടി ഉണ്ടാവും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഇഹ്യാ നടത്തുന്നത്. അൽ അർദുൽ മൈത്തത്തു അഹ്യൈനാഹ, നാം അതിനെ ഇഹ്യാ ചെയ്യും, ജീവിപ്പിക്കും. വ അഖ്റജ്നാ മിൻഹ, വ അഖ്റജ്നാ, നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. മിൻഹ, അതിൽ നിന്ന്, അൽ അർദുൽ മൈത്തയിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഹബ്ബൻ, എന്താ ഹബ്ബ്? ഇതിനെ ഹബ്ബ് അറിയാം? ഹബ്ബ് ധാന്യങ്ങളാണ്. ഹബ്ബത്തുൻ എന്നതിൻ്റെ ബഹുവചനാണ് ഹബ്ബ്. ഹബ്ബത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു ധാന്യം, ഒന്ന്. ഹബ്ബു എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ. കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ. എന്താ കമസലി ഹബ്ബത്തിൻ? എന്താ കമസലി ഹബ്ബത്തിൻ? എവിടെയാണ് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? കമസലി ഹബ്ബത്തിൻ, ഹബ്ബത്തിനെ പോലെ എന്ന് പറഞ്ഞില്ലേ? സദഖ കൊടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ, ഒരു ഹബ്ബയെ പോലെയാണ്. ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ധാന്യം, ഒരു ധാന്യം. അമ്പത്തത്, ആ ഒരു ധാന്യമാണ് അമ്പത്തത്ത് മുളപ്പിക്കുന്നത്. എന്ത്? സബ്അ സനാബിൽ, അല്ലേ? 7 ഖദർകുലകൾ, 7 ഖദർകുലകൾ. ഫി കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അല്ലേ? എല്ലാത്തിലും 100 ഹബ്ബ വീതമുണ്ട്. ഹബ്ബ എന്ന് പറഞ്ഞാൽ ഒരു ധാന്യം. ഹബ്ബ് എന്ന് പറഞ്ഞാലോ ധാന്യങ്ങൾ, ധാന്യങ്ങൾ. അഖ്റജ്നാ മിൻഹ, ഈ അൽ അർദുൽ മൈത്തയിൽ നിന്ന് നാം പുറത്തു കൊണ്ടുവരും ഹബ്ബൻ, ധാന്യങ്ങളെ. ഫമിൻഹു യഅകുലൂൻ, ഫമിൻഹു, അവിടെ ഫൗൽ ഫസിഹ എന്ന് പറയും. അതായത് അള്ളാഹു അൽ അർദുൽ മൈത്തയെ ജീവിപ്പിക്കുകയും എന്നിട്ട് ഹബ്ബിനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ അതാണ് ഫ. മിൻഹു, ആ ഹബ്ബിൽ നിന്ന് യഅകുലൂൻ, യഅകുലൂൻ എന്താ? അവർ ഭക്ഷിക്കുന്നു, അവർ ഭക്ഷിക്കുന്നു. ഫമിൻഹു യഅകുലൂൻ, അതിൽ നിന്ന് അവർ ഭക്ഷിക്കുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചോദ്യം, മാ ദലീൽ അല്ലെങ്കിൽ മൽ ബുർഹാനു അലാ വുജൂദില്ല, അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ്? അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ്?
അപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി കോഴിമുട്ട പുറത്തെടുത്തു, ഒരു കോഴിമുട്ട പുറത്തെടുത്ത്. എന്നിട്ട് ഇമാം അഹ്മദ് പറയാണ്, ഈ കോഴിമുട്ട ഉണ്ടല്ലോ അത് ഹിസ്നുൻ ഹസീനുൻ അംലസ്, നല്ല മിനുത്ത ഒരു ഹിസ്നുൻ ഹസീനാണ്, ഭദ്രമായ ഒരു ഹിസ്നാണ്. ഹിസ്ൻ എന്ന് പറഞ്ഞാൽ കവചമാണ്, ഭദ്രമായ ഒരു കവചമാണ്. കവചം അംലസാണ്. ലാ ബാബലഹു വല മൻഫദ്. ഈ ഹിസ്ൻ എന്ന് പറയും കോട്ടക്ക് പറയും, അതേപോലെ തന്നെ കവചത്തിന് പറയും. ഈ കവചം ഇതിന് യാതൊരു ഡോറുമില്ല, ഒരു പ്രവേശന കവാടവും അല്ല. കോഴിമുട്ടയാകുന്ന കോട്ടക്കുണ്ടല്ലോ അത് അംലസാണ്, മിനുത്തതാണ്, ഭദ്രമാണ്. പക്ഷെ അതിനൊരു കവാടമല്ല, ഒരു ഡോറുമില്ല. ബാഹിറുഹു ഫിദ്ദ അല്ലെങ്കിൽ കൽ ഫിദ്ദ, അതിൻ്റെ ബാഹ്യം വെള്ളി പോലെയാണ്. ബാത്തിനുഹു കദ്ദഹബിൽ ഇബ്രീസ്, ഉള്ളിൽ സ്വർണ്ണത്തെ പോലെയാണ്, ഉള്ളിൽ സ്വർണ്ണമാണ്. അത് കോഴിൻ്റെ മഞ്ഞക്കറിനെ ഉദ്ദേശിച്ചിട്ട് പറയാം, കോഴിമുട്ടൻ്റെ മഞ്ഞക്കറി. ഒരു ഡോറും ഇല്ല, ഒരു വഴിയില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡോറ് വരികയാണ് അല്ലേ. അതിൻ്റെ അകത്തുനിന്ന് ഒരു ഡോറ് വരും. എന്നിട്ട് സെമിയും ബസീറുമായ ഒരു ഹയ്യ് പുറത്ത് വരും. സെമിയും ബസീറുമായ ഒരു ഹയ്യ് എന്ത് ചെയ്യും, ജീവനുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരും അല്ലേ. ഈ കോഴിമുട്ടയാണ് അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവ് എന്ന് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറയുകയുണ്ടായി എന്നാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ധാരാളം തെളിവുണ്ട്, അള്ളാഹ്ക്ക് കഴിവുണ്ട്, അള്ളാഹ്ക്ക് ധാരാളം അനുഗ്രഹമുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. അതേപോലെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തെളിവ് അതാണ് നമ്മൾ പറഞ്ഞത്, അൽ അർദുൽ മൈതതു അഹ്യൈനാഹാ വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ഈ ഹബ്ബ് എന്ന് പറഞ്ഞെങ്കിൽ ധാന്യങ്ങളല്ലേ. ഏതുപോലെ ധാന്യങ്ങൾ പല വലുപ്പത്തിൽ, പല കളറിൽ, പല ടേസ്റ്റിൽ. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഹബ്ബ് എന്താ, അറുസ് അല്ലേ, റുസ് അരിയാണ്. അതേപോലെ തന്നെ ബുർറ് ഗോതമ്പ്, ഖംഹ് ചോളം, ഷഈർ, ഇങ്ങനെ ധാരാളം വകുപ്പുകൾ ഹബ്ബുകളായി അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നു. അതാണ് ആളുകൾ എന്ത് ചെയ്യണത്, കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹ്ക്ക് കഴിയും, പിന്നെ അള്ളാഹിൻ്റെത് എന്ത് എന്നൊക്കെ ചോദിക്കാൻ. അല്ലാഹു മുസ്തആൻ.